വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ എത്തുമ്പോൾ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധം. സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നു. സെനറ്റ് ഹാളിലെ വാതിലുകൾ തകർക്കാൻ എസ്എഫ്ഐയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. പോലീസ് അതിനെ ചെറുക്കുകയാണ്. സെനറ്റ് ഹാളിലെ എല്ലാ വാതിലുകളും ജനലുകളും പോലീസ് ഇപ്പോൾ അടയ്ക്കുകയാണ്. പ്രവർത്തകർ അതേസമയം ചടങ്ങാണ്. ഗവർണർ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗവർണറെ ഉപരോധിക്കാനുള്ള, പ്രതിഷേധിക്കാനുള്ള, ബഹിഷ്കരിക്കാനുള്ള നീക്കങ്ങൾ എല്ലാം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. VC നിയമനങ്ങളിൽ ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്നതിൽ CPM വലിയ പ്രതിഷേധത്തിലാണ്. അതിനിടയിലാണ് ഗവർണറുടെ സന്ദർശനം. ഇപ്പോൾ അമൽ അവിടെ നിന്ന് സംഭവ സ്ഥലത്ത് നിന്നും ചേർന്നിട്ടുണ്ട്. അമൽ, വലിയ പ്രതിഷേധമാണോ? ഇപ്പോൾ വിദ്യാർത്ഥികൾ ഒരിടത്ത് ഇരുന്നിരിക്കുന്നു. സംഘടനാ നേതാക്കൾ അഭിസംബോധന ചെയ്യുന്നു. ഗവർണർ പുറത്തേക്ക് വരുമ്പോൾ വലിയ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഗവർണർ അല്പസമയങ്ങൾക്കകം തന്നെ പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഗവർണർ പുറത്തേക്കിറങ്ങുന്ന രണ്ട് കഥകൾക്ക് മുന്നിലും ഇപ്പോൾ SFI പ്രവർത്തകർ കുത്തിയിരിക്കുകയാണ്. ഗവർണർക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരുപക്ഷെ ഈ പ്രവർത്തകരെ ഇവിടെ നിന്നും നീക്കേണ്ടി വരുന്ന അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഗേറ്റ് തകർത്തുകൊണ്ട് ഈ മാർച്ച് ഇവിടേക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. അല്ലെങ്കിൽ ഗവർണർ വരുമ്പോൾ കരിങ്കൊടി എന്നുള്ളതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഗവർണർ വന്നപ്പോൾ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായില്ല. പകരം SFI പ്രവർത്തകർ മാർച്ചായി യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് കടന്ന ഗേറ്റ് പൂട്ടിയിരുന്നു. പക്ഷേ ആ ഗേറ്റിന്റെ പൂട്ട് തകർത്ത് പ്രവർത്തകർ അകത്തേക്ക് കടക്കുകയാണ് ചെയ്തത്. പുറത്തുണ്ടായിരുന്ന മുഴുവൻ പ്രവർത്തകരും യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് വരുന്ന കാഴ്ചയാണ്. വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ കൂടി അതെല്ലാം മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർക്ക് യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയായി തന്നെ നിലനിൽക്കുകയാണ്. ഗവർണർ അകത്ത് പ്രസംഗിക്കുമ്പോൾ തൊട്ടുപുറത്ത് കതകിന് പുറത്ത് SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. കതക് തകർക്കാനൊരു പ്രതിഷേധത്തിന്റെ തുടക്കം. ആ ഗേറ്റ് ചാടിക്കടന്ന പ്രവർത്തകർ, SFI പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഗേറ്റ് പുറത്തു വെച്ച പ്രവർത്തകരെ തടയാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗവർണർ എത്തുമ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സാധാരണ നിലയിൽ ഏർപ്പെടുത്താറുണ്ട്. കൂട്ടമായി കൊടി പിടിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് SFI പ്രവർത്തകർ സെനറ്റ് ഹാളിന് മുന്നിലേക്ക് വന്നതിന്റെ, ഗേറ്റ് ചാടിക്കടന്ന് വന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഗേറ്റ് അടച്ചിരുന്നു പോലീസ്. പക്ഷേ ആ ഗേറ്റ് അടച്ചത് വകവയ്ക്കാതെ മതിൽ ചാടിക്കടന്നാണ് പ്രവർത്തകർ ഇരച്ചെത്തുന്നത്. അങ്ങനെ സെനറ്റ് ഹാളിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തുന്നു. സെനറ്റ് ഹാളിലെ വാതിലുകൾ കൊട്ടുന്നു, ചവിട്ടി തുറക്കാൻ ശ്രമം നടത്തുന്നു. അതിനെയാണ് ഇപ്പോൾ പോലീസ് ചെറുത്തിരിക്കുന്നത്. അതിന്റെ ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത്. ഗവർണർ അവിടെ നിന്ന് പുറത്തേക്ക് വരാനുള്ള രണ്ട് വാതിലുകളും ഇപ്പോൾ ഉപരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു SFI പ്രവർത്തകർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഗവർണർ പുറത്തേക്ക് വരികയാണ് എങ്കിൽ അതിന് വഴിയൊരുക്കാൻ വലിയ ബലപ്രയോഗം പോലീസിന് വേണ്ടിവരും എന്നുള്ളത് കൂടി മനസ്സിലാവുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിക്ക് മുന്നിലേക്ക് SFI പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് പോലീസിന് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. തീർച്ചയായും വലിയ സുരക്ഷാ വീഴ്ച കേരള സർവകലാശാല ആസ്ഥാനത്തുണ്ടായിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് വിദ്യാർത്ഥി സംഘടന SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സർവകലാശാലകളിൽ VC നിയമനത്തിൽ ഏകപക്ഷീയമായ നിലപാട് ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, ഈ രണ്ട് വാതിലുകളിലും SFI പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് അവരെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഗവർണർ എങ്ങനെ പുറത്തിറങ്ങും? ബന്ദിയായിരിക്കുകയാണോ നിലവിൽ? ഗവർണറുടെ വാഹനം പുറത്തു പോകാനായി തയ്യാറെടുക്കുന്നു. ഒരു വഴി പോലീസ് ഇപ്പോൾ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വഴി ഗവർണർക്ക് പുറത്തേക്ക് പോകാൻ കഴിയും. മുഴുവൻ പ്രവർത്തകരും യൂണിവേഴ്സിറ്റിക്ക് അകത്തേക്ക് വന്നുവെങ്കിൽ കൂടി ഇപ്പോൾ പ്രവർത്തകർ പലയിടങ്ങളിലായി ചിതറി നിൽക്കുകയാണ്. ഏതാണ് SFI പ്രവർത്തകർ, ഏതാണ് ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവർ എന്ന കൺഫ്യൂഷൻ പോലീസിനുണ്ട്. സ്വാഭാവികമായും ഗവർണർ ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂടൽ തന്നെയാണ് പോലീസ് ഉള്ളത്. പോലീസ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ ആ ക്രമീകരണങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് SFI പ്രവർത്തകർ
പ്രവർത്തകർ അകത്തേക്ക് എത്തിയത്. മാത്രമല്ല, ഗവർണർ അകത്ത് പ്രസംഗിക്കുമ്പോൾ വലിയ സുരക്ഷ അകത്തൊരുക്കി ഗവർണർ പ്രസംഗിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു ഭിത്തിക്കിപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു കതകിന് തൊട്ടിപ്പുറത്ത് SFI പ്രവർത്തകർ ഇപ്പോഴും കുത്തിയിരുന്ന് സാധാരണ സെക്രട്ടേറിയറ്റിലെ സമരത്തിലൊക്കെ കാണുന്നത് പോലെ നേതാക്കന്മാർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. തൊട്ടുപുറത്തൊരു പോലീസ് വാഹനം ക്രമീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പോലീസ് വാഹനം ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെയുള്ള പ്രവർത്തകരെ, വളരെ കുറച്ച് പ്രവർത്തകർ മാത്രം, ഇപ്പോൾ ഈ കതകിന്റെ അവിടെയുള്ളത് 10-20 പ്രവർത്തകർ മാത്രമാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടി പോലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒന്നുകിൽ പ്രവർത്തകരെ ഇനിയും പ്രകോപിപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയതിന്റെ ഭാഗമാകാം. നേതാക്കന്മാരുമായി അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് സംസാരിച്ച ശേഷം അവർ മടങ്ങും എന്നൊരു ഒരു തീരുമാനം. പരിപാടി നടക്കുന്ന ഇടത്തെ സ്ഥിതി കൂടി നമുക്ക് പരിശോധിക്കാം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗവർണറുടെ പരിപാടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഗവർണർ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതിഷേധം കൂടി നേരിടേണ്ടി വന്നേക്കാം. അങ്ങനെയാണ് പുറത്തെ സ്ഥിതി. പുറത്ത് വലിയ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെനറ്റ് ഹാളിന് അകത്താണ് ഇപ്പോൾ നമ്മൾ ഈ സെനറ്റ് ഹാളിന്റെ വേദിയിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്കൃത സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വേദി സദസ്സ് നിറഞ്ഞ് തന്നെ വിദ്യാർത്ഥികളും മറ്റ് ക്ഷണിക്കപ്പെട്ടവരുമുണ്ട്. നമുക്കറിയാം, സെനറ്റ് ഹാളിന് നിരവധി വാതിലുകളുണ്ട്, ജനലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നേരത്തെ തുറന്നിട്ട് തന്നെയാണ് ഗവർണറുടെ പരിപാടി തുടങ്ങിയത്. പക്ഷേ SFIയുടെ പ്രതിഷേധം അത് കേരള സർവകലാശാലയുടെ ക്യാമ്പസിനകത്തേക്ക് എത്തി എന്നത് മനസ്സിലാക്കി സെനറ്റ് ഹാളിനകത്തേക്കാണ് പ്രവർത്തകരുടെ പ്രതിഷേധം എത്തുന്നത് എന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ പോലീസിന്റെ ഇടപെടലുണ്ടാവുകയായിരുന്നു. പോലീസ് എല്ലാ വാതിലുകളും ജനലുകളും അടച്ചിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനലിന്റെ പുറത്ത് SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇടയ്ക്ക് ഈ പ്രതിഷേധിക്കുന്ന SFIക്കാർ ഈ വാതിലിന്റെ മുട്ടി തന്നെയുള്ള പ്രതിഷേധം നടത്തുകയുണ്ടായി. എല്ലാ വാതിലുകളും അടച്ചുപൂട്ടി തന്നെയാണ് ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിൽ സംസ്കൃത സർവകലാശാലയുടെ പരിപാടി സംസ്കൃത ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. സെമിനാറിന്റെ ഉദ്ഘാടന പ്രസംഗം നടത്തേണ്ടതും സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. ചാൻസലർ കൂടിയാണ്. ചാൻസലർ ഇവിടെ ഇപ്പോൾ അടുത്തത് പങ്കെടുക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഏത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്, കാരണം കഴിഞ്ഞ ദിവസം സർവകലാശാല സിൻഡിക്കേറ്റിന്റെ ഈ സെമിനാറിൽ രംഗത്തെത്തുകയും അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും VCയുടെ ഏകപക്ഷീയമായ നിലപാടുകളാണ് ഈ സെമിനാറിന്റെ നയിച്ചത്, അല്ലെങ്കിൽ സെമിനാർ നടത്തുന്നതിന് പിന്നിൽ. മാത്രമല്ല, കാവ്യവൽക്കരണം അടക്കമുള്ള അജണ്ടകളാണ് ഇതിന് പിന്നിൽ എന്ന പ്രതിഷേധവുമായാണ് ഈ സെനറ്റ് അംഗങ്ങൾ ഇന്നലെ തന്നെ പ്രതിഷേധിച്ചത്. ഇതിന് സെനറ്റുകളിനകത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പുറത്തേക്ക് ഒരുപക്ഷെ ഗവർണർ ഇറങ്ങുകയാണെങ്കിൽ, പണ്ടൊക്കെ ഗവർണർ അടുത്തേക്ക് SFI പ്രവർത്തകർ ഇരച്ചെത്തുമ്പോൾ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരെ നേരിടാനായി എത്തിയ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഇതേ സെനറ്റ് ഹാളിന് മുന്നിൽ പാളയത്ത് വെച്ച് തന്നെ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എന്താണ് ഗവർണറുടെ ഒരു പ്ലാൻ എന്ന് നമുക്കറിയില്ല. എന്തായാലും SFI വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. നിലവിൽ ഒരു ഗേറ്റ്, ഗവർണർക്ക് പുറത്തിറങ്ങാൻ ഒരു വാതിൽ പോലീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോഴും പക്ഷേ പ്രതിഷേധം സെനറ്റ് ഹാളിന് മുന്നിൽ തുടരുകയുമാണ്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, അങ്ങനെ മതിൽ ചാടി കടന്നാണ് ഇരച്ച് പ്രവർത്തകർ എത്തിയത്. അവിടെയും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ സമീപനം എങ്ങനെയാണ്? പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന് കരുതിക്കൊണ്ട് പോലീസ് സംയമനം പാലിക്കുകയാണോ? എന്താണ് പുറത്തെ സ്ഥിതി? അമലിലേക്ക് എത്താം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അങ്ങനെ സംഘർഷഭരിതമാണ് കേരള സർവകലാശാല ആസ്ഥാനം. അമൽ, വിവരങ്ങൾ. ഈ പ്രസംഗം അവസാനിപ്പിച്ച് ഗവർണർ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഗവർണർക്ക് പോകാനുള്ള വാഹനം മുൻ ഗേറ്റിൽ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഗവർണർ പുറത്തേക്ക് ഇറങ്ങിയാലും ഗേറ്റിന്റെ അവിടെ, നേരത്തെ നമ്മൾ ഈ പ്രവർത്തകർ അകത്തേക്ക് കയറി വന്ന ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റിന്റെ ഇവിടെ വനിതാ പ്രവർത്തകർ അടക്കം ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഗവർണർ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായ ഒരു പ്രതിഷേധം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ഗവർണർ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നൊരു നിർദ്ദേശം എന്തായാലും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാൽ അധികം വൈകാതെ തന്നെ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സെനറ്റ് ഹാളിന് മുന്നിലിരിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നീക്കിയാലും ഈ പുറത്തുള്ള ഗേറ്റിന് പുറത്തുള്ള പ്രവർത്തകരെ നീക്കുന്നതിനായുള്ള നടപടികളൊന്നും ഇതുവരെയും ഉണ്ടാകുന്നില്ല. ഇവിടുത്തെ പ്രവർത്തകരെ നീക്കും. അതിനുശേഷം ഗവർണർ പുറത്തേക്ക് ഇറങ്ങും. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടയുന്നതിന് പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം നിലനിൽക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഭൂരിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ സംവിധാനങ്ങൾക്ക് പാളിച്ച പറ്റി. അത് മറികടന്നുകൊണ്ട് പ്രവർത്തകർ അകത്തേക്ക് എങ്ങനെ കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ, നേരത്തെ പ്രജീഷ് പറഞ്ഞ ദൃശ്യങ്ങളിൽ ആ ഗേറ്റിനിടയിൽ ചെറിയൊരു ചങ്ങല മാത്രം ഉപയോഗിച്ചായിരുന്നു ആ ഗേറ്റ് ബന്ധിച്ചിരുന്നത്. അത് സുഖമായി പ്രവർത്തകർ
പോരുന്നതാണ് നമ്മൾ കണ്ടത്. കാര്യമായൊരു പ്രതിരോധം പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ ഉണ്ടായില്ല. അകത്തേക്ക് പ്രവർത്തകർ എത്തിയപ്പോഴും പ്രവർത്തകർ ഭാഗത്തേക്ക് എത്തിയപ്പോഴും ഗവർണർക്ക് പ്രത്യേക സുരക്ഷയുണ്ട്. അപ്പോൾ പ്രവർത്തകർ ഗവർണറുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത കുറവാണ്. അതിനു മുൻപേ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള സാധ്യതയാണോ കാണുന്നത്? വഞ്ചിയൂർ പോലീസ് അങ്ങനെ ക്ഷമിക്കണം, മ്യൂസിയം പോലീസ് അങ്ങനെയുള്ള നടപടികളിലേക്കാണോ കടന്നിരിക്കുന്നത്? പ്രജീഷ, ഇത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ എന്നല്ല, തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരെ മുഴുവൻ CI-മാരെയും SI-മാരെയും അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് കമ്മീഷണർ അടക്കം ഇവിടെ എത്തിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. AC അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. നേരത്തെ SFI പ്രവർത്തകർ അകത്തേക്ക് കടന്നു വന്ന യൂണിവേഴ്സിറ്റി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് എങ്കിൽ പുറത്ത് MLA ഹോസ്റ്റലിന്റെ സമീപത്തായി യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് പ്രവർത്തകർ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെ നിരവധി ആളുകളും മറ്റുമൊക്കെയുണ്ട്. അതിൽ ഏതാണ് SFI പ്രവർത്തകർ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പോലീസ് ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ആ പ്രവർത്തകർ ഗവർണറുടെ വാഹനം ഇതിന് പുറത്തേക്ക് പോകാൻ ആ ഒരു വഴി മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്ലെങ്കിൽ AKT സെന്ററിന് സമീപത്തുനിന്ന് ഒരു വഴി കൂടിയുണ്ട് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തു നിന്നും യൂണിവേഴ്സിറ്റിക്കകത്തു നിന്നും പുറത്തേക്ക് പോകുന്നതിനായി. അവിടെയും പോലീസിനെ നിർത്തിയിട്ടുണ്ട്. അവിടെ പക്ഷെ പ്രവർത്തകരില്ല. അതിനാൽ തന്നെ ഈ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകും, ഗവർണർ പോകും. വന്ന വഴിയിലൂടെ തന്നെ ആ പ്രധാന ഗേറ്റിലൂടെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇവിടെ എന്തായാലും ഇന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ അല്പസമയങ്ങൾക്കകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കപ്പെടുന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സെനറ്റ് ഹാളിന് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടാവുകയാണ്. ഗവർണർ ഇപ്പോൾ സെനറ്റ് ഹാളിനുള്ളിലാണ്. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. വാതിലിൽ മുട്ടി വിളിച്ച് പ്രതിഷേധക്കാർ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് സെനറ്റ് ഹാളിനുള്ളിലെ ചടങ്ങുകൾ കാണാം. അവിടെ നിന്ന് അദ്ദേഹം ചടങ്ങുകൾ പൂർത്തിയാക്കി പുറത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം ഏത് വഴിയിലൂടെ പോകും എന്നുള്ളത് ഒരു വലിയ സവിശേഷതയുള്ള കാര്യമാണ്. മുന്നിലത്തെ ഗേറ്റിന് സമീപത്തോട് പോവുകയാണ് എങ്കിൽ അവിടെ വനിതാ പ്രവർത്തകരടക്കം തമ്പടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകും. നേരത്തെ അതിന് സമാനമായി ഗവർണർ കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടമൊക്കെ ഉണ്ടായാൽ വലിയ പ്രശ്നം അവിടെ ഉണ്ടാകും എന്നുള്ളത് സംഭവത്തിന് ശേഷമാണ് ഗവർണർക്ക് പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുന്നത്. പ്രത്യേക സുരക്ഷ ഗവർണർക്കുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യത്തെ ദൃശ്യങ്ങളാണ്. അവിടെ ചാടിക്കിടക്കുകയാണ്. പോലീസിന്റെ സന്നാഹം ഉണ്ടായിട്ടും അത് ചാടിക്കിടന്നാണ് പ്രവർത്തകർ ആ ദൃശ്യങ്ങളിൽ. ഇങ്ങനെയാണ് പ്രതിഷേധക്കാർ വലിയ മാർച്ച് ആയി അവിടേക്ക് സെൻട്രൽ ഹാളിന് മുന്നിലേക്ക് വരികയായിരുന്നു. അതിനുശേഷം പോലീസ് അടച്ചിട്ട ചെറിയൊരു ചങ്ങല കൊണ്ടാണ് ബന്ധിച്ചിരുന്നത്. ആ ഗേറ്റ് ചാടിക്കടന്ന് ഉള്ളിലേക്ക് വരികയായിരുന്നു. ശേഷം സംഘടിച്ച സെൻട്രൽ ഹാളിന് മുന്നിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ നിന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് SFI നേതാവ് അനുശ്രീയൊക്കെ നമുക്ക് അവിടെ കാണാം. നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ മാർച്ചാണ് കാണാൻ കഴിയുന്നത്. ഗവർണർ അല്പസമയത്തിനകം തന്നെ സെൻട്രൽ ഹാളിലെ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങാനായി പ്രത്യേക ഒരു കവാടം തന്നെ തുറന്നിട്ടിട്ടുണ്ട്. പോലീസ് അവിടെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് SFI പ്രവർത്തകർ ഇപ്പോൾ പുറത്ത് പ്രതിഷേധിക്കുന്നവർ അവിടേക്ക് എത്തുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അല്പസമയത്തിനകം തന്നെ ഗവർണർ പുറത്തേക്ക് വരും. അതിനു മുൻപ് നമുക്കൊരു ഇടവേള എടുത്ത് മടങ്ങി വരാം. അഗർബത്തി തരൂ. സൈക്കിൾ അഗർബത്തി
മുഴുവൻ കത്തുന്ന ക്വാളിറ്റി, സമ്പൂർണ്ണ പ്രാർത്ഥനയുടെ ഗ്യാരണ്ടി. സൈക്കിൾ എന്നാൽ ക്വാളിറ്റി. ചുമ്മാതല്ല കിടക്കാച്ചകൾക്ക് ധൈര്യം. എളുപ്പം വൃത്തിയാക്കാവുന്ന ഇന്റീരിയർ എമൽഷൻ ആംകോസ് ആം ക്ലീൻ. ചുവരുകൾ എന്നും ക്ലീൻ, എപ്പോഴും ഷൈൻ. nairmatrimony.com, നായർസിന് മാത്രമായുള്ള നമ്പർ 1 മാട്രിമോണി സർവീസ്. ഈഴവmatrimony.com, ഈഴവർക്ക് മാത്രമായുള്ള നമ്പർ 1 മാട്രിമോണി സർവീസ്. ചേച്ചി, നീ ആ നെറ്റിപ്പട്ടത്തിനൊപ്പം ഈ ആനയെ വരച്ച ചുവരിൽ അടിച്ചത് സ്റ്റെയിൻ റിപ്പല്ലന്റ് അക്വലൈറ്റ് ഓൾ പ്രൊട്ടക്ട്. ഇതിലുള്ള ലോട്ടസ് എഫക്ട് ടെക്നോളജി കറയെ കറയാവാൻ വിടില്ല. പല്ലുപുളിപ്പിൽ നിന്ന് അതിവേഗം ആശ്വാസം നേടൂ സെൻസോഡൈൻ റാപ്പിഡ് റിലീഫിനോടൊപ്പം. ബ്രേക്കിംഗ് അവേഴ്സ് ഷോ ക്രെഡിറ്റ്സ്. ഇന്ത്യയിലെ നമ്പർ 1 ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ഇൻ സെയിൽ ആരംഭിച്ചിരിക്കുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജുവലർ. NTC ഫൈനാൻസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. സെൽസർ സെൽഫ് ക്ലീനിംഗ് വാട്ടർ ടാങ്ക്, ഇതാണ് ഒറിജിനൽ. വീണ്ടും നമ്മൾ പാർലമെന്റിലേക്ക് പോവുകയാണ്. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ ലോക്സഭയിൽ വെച്ചു. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ 2 ബില്ലുകൾ സഭയുടെ പരിഗണനയ്ക്ക് വെച്ചു. ഇവ JPCയുടെ പരിഗണനയ്ക്ക് വിടും. ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു. ബിൽ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സമാജ്വാദി പാർട്ടിയും എതിർപ്പുമായി രംഗത്തെത്തി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തൃണമൂലും ബില്ലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അർജുൻ, പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും തന്നെ എതിർപ്പ് ഉന്നയിക്കുകയാണ്. 2 ബില്ലുകളും, ഈ പറയുന്ന 2 ബില്ലുകൾ ഒരുമിച്ച് വെക്കാൻ കഴിയില്ല, പ്രത്യേകം ചർച്ച വേണം എന്നുള്ളത് ഇവിടെ പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർണായക വിഷയത്തിൽ ഊന്നിയുള്ള പാർലമെന്റ് നടപടികൾ. ഇപ്പോൾ നിലവിൽ എന്തായാലും ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ കോൺഗ്രസും അതിന് പിന്നാലെ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ 2 ബില്ലുകളും ഒരുമിച്ചായിരുന്നു കേന്ദ്രമന്ത്രി അർജുൻ സിംഗ് റാംവാൾ വെച്ചത്. പ്രധാനമായിട്ടും ഒന്ന് ഈ ഭരണഘടനാ ഭേദഗതി ബില്ല്, രണ്ടാമത്തേത് കേന്ദ്ര ഭരണപ്രദേശ നിയമ ഭേദഗതി ബില്ല്. ഈ 2 ബില്ലുകളും ഒരുമിച്ച് പരിഗണിച്ച് അത് പാസ്സാക്കിയെടുക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് എന്തായാലും പരിഗണിച്ച് അത് ചർച്ച നടത്തി പാസ്സാക്കി എടുക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയായിരുന്നു പ്രതിപക്ഷം അറിയിച്ചത്. പ്രത്യേകിച്ചും ഭരണഘടനാ ഭേദഗതി ബില്ല് അത് പ്രത്യേകം അവതരിപ്പിച്ചുകൊണ്ട് പാസ്സാക്കി എടുക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ആ കാര്യം എന്തായാലും സ്പീക്കറും അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് ബില്ല് സഭയുടെ പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്തായാലും പ്രത്യേകം അവതരിപ്പിച്ച് പ്രത്യേകം തന്നെ അത് പാസ്സാക്കി എടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും, അല്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം തന്നെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എന്തായാലും പ്രതിപക്ഷം ഒരേ സ്വരത്തിൽ തന്നെ എതിർക്കുകയാണ്. ആദ്യം കോൺഗ്രസും CPM-ഉം ആം ആദ്മി പാർട്ടിയുമായിരുന്നു ഈ ബില്ലിനെ എതിർക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ബില്ല് വെച്ചതിന് പിന്നാലെ തന്നെ 2 പാർട്ടികളും, സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും ബില്ലിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും തൃണമൂൽ കോൺഗ്രസിന്റെ കല്യാൺ ബാനർജിയാണ് സഭയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബില്ലിനെ എതിർത്ത് തന്നെയാണ് ഈ ഭരണഘടന മാറ്റിക്കൊണ്ട് ഭേദഗതി നടത്തിക്കൊണ്ട് ആ പ്രക്രിയ മുഴുവൻ താറുമാറാക്കുന്ന രീതിയിൽ, ആ ഘടനയെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ബില്ലാണ് എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടു. എന്തായാലും ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ വലിയൊരു എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒന്നാകെയുള്ള സമയത്ത് അത് പാസ്സാക്കി ഈ ബില്ലുകൾ JPCക്ക് വിടാനുള്ള തീരുമാനം ആയിരിക്കും കൈക്കൊള്ളുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചർച്ചകൾ തുടരുകയുമാണ്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.